ഈ ഒരു മധുരം ഒരു മാസം നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, അല്ലെങ്കിൽ ഒരു മാസം നമ്മൾ കൃത്യമായിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് നമ്മളെ മധുരം നമ്മൾ അങ്ങോട്ട് ഒഴിവാക്കി നോക്കുക. എന്താണ് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കാൻ പോകുന്നത്? നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം, ഈ അമിതമായിട്ടുള്ള മധുരം നമ്മുടെ ജീവിതശൈലി രോഗങ്ങളിൽ വലിയൊരു കാര്യങ്ങൾ വരുത്തുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം ഈ മധുരം കട്ട് ചെയ്താൽ തന്നെ പലപ്പോഴും പല രോഗങ്ങളിൽ നിന്നും നമുക്ക് സേഫ് ആയിട്ട് രക്ഷപ്പെടാൻ പറ്റുമെന്നുള്ള, ഈ ഫാറ്റി ലിവർ ആയിക്കോട്ടെ, ഡയബറ്റീസ് ആയിക്കോട്ടെ, PCOD ആയിക്കോട്ടെ, നമ്മൾ ഇന്ന് കേൾക്കുന്ന ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള പല ഡിസീസുകൾക്കും ഒരു പ്രധാന വില്ലെന്ന് പറഞ്ഞാൽ ഈ മധുരം തന്നെയാണ്. പലപ്പോഴും നമുക്കൊരു ആസക്തി, അല്ലെങ്കിൽ ഒരു ഡ്രഗിനോട് ഉള്ളൊരു ആസക്തി, ഇപ്പോൾ ഒരു കൊക്കൈനോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു ലഹരിയോട് ഉണ്ടാകുന്ന അതേ ഒരു ആസക്തിയാണ് പലപ്പോഴും ഈ മധുരം നമ്മൾ അമിതമായിട്ട് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്നത്. ഒരു മാസം നമ്മൾ നിർത്തുകയാണെങ്കിൽ തന്നെ 50% കാർഡിയോളജിക് റിസ്ക്, അല്ലെങ്കിൽ നമ്മുടെ ഹാർട്ടിന്റെ ഹൃദയാരോഗ്യത്തിന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാനോ അല്ലെങ്കിൽ അത്തരം കണ്ടീഷനിലേക്ക് പോവാതിരിക്കാനോ ശരീരത്തെ തടുത്തു നിർത്താനോ പലപ്പോഴും മധുരം ഇങ്ങനെ കട്ട് ചെയ്യുന്നത് മൂലം നടക്കും. സ്കിൻ ഡിസീസസ്, അതുപോലെ തന്നെ പല മെറ്റബോളിക് ഡിസോർഡേഴ്സ്, അമിതവണ്ണം, ഉറക്കില്ലായ്മ, മുഖക്കുരു, ഇത്തരം പല കണ്ടീഷനിലെയും നമുക്ക് പരിഹരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ പലപ്പോഴും പല ആളുകളും വിശ്വസിക്കില്ല. ഷുഗർ ഇല്ലാതെ ഇന്നൊരു ആഘോഷമില്ല, അല്ലെ? മധുരം ഇല്ലാതെ നമുക്കൊരു ആഘോഷവും ഇല്ല. പലപ്പോഴും എന്ത് ആഘോഷങ്ങളും തുടങ്ങുന്നത് ഒരു മധുരത്തിൻ്റെ ഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ ഒരു മധുരം നൽകിയിട്ടാണ്. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഈ ഒരു മധുരം ഒരു മാസം നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, അല്ലെങ്കിൽ ഒരു മാസം നമ്മൾ കൃത്യമായിട്ട് സ്ട്രിക്റ്റായിട്ട് നമ്മളെ മധുരം നമ്മളങ്ങോട്ട് ഒഴിവാക്കി നോക്കുക. എന്താണ് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കാൻ പോകുന്നത്? ഈ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. ഞാൻ ഡോക്ടർ മുഹമ്മദ് അസ്ലം, മെഡിക്കെയർ സ്പെഷ്യാലിറ്റി ഹോമിയോപ്പതിക് മെഡിക്കൽ സെൻറ്റർ വാണിയമ്പലം ചീഫ് കൺസൾട്ടൻറ്റും മെഡിസിനൽ ഹോമിയോപ്പതി പെരിന്തൽമണ്ണ വിസിറ്റിംഗ് കൺസൾട്ടൻറ്റുമാണ്. അപ്പോൾ മധുരം ഇല്ലാതെ ഒരു ആഘോഷമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ മധുരം ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ തന്നെ പലപ്പോഴും നമുക്കിതൊരു എന്തോ വലിയൊരു ടാസ്ക്കാണ്. ഷുഗർ കട്ട് നടത്തി എന്നൊക്കെ പറഞ്ഞാൽ എന്തോ വലിയൊരു സംഗതി ചെയ്ത പോലെയാണ് നമ്മളിൽ പല ആളുകൾക്കും ഉണ്ടാകുന്നൊരു ഫീലിങ്സ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം, ഈ അമിതമായിട്ടുള്ള മധുരം നമ്മുടെ ജീവിതശൈലി രോഗങ്ങളിൽ വലിയൊരു കാര്യങ്ങൾ വരുത്തുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം ഈ മധുരം കട്ട് ചെയ്താൽ തന്നെ പലപ്പോഴും പല രോഗങ്ങളിൽ നിന്നും നമുക്ക് സേഫായിട്ട് രക്ഷപ്പെടാൻ പറ്റുമെന്നുള്ള, ഇപ്പോൾ ഈ ഫാറ്റി ലിവർ ആയിക്കോട്ടെ, ഡയബറ്റീസ് ആയിക്കോട്ടെ, PCOD ആയിക്കോട്ടെ, നമ്മളിന്ന് കേൾക്കുന്ന ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള പല ഡിസീസുകൾക്കും ഒരു പ്രധാന വില്ലെന്ന് പറഞ്ഞാൽ ഈ മധുരം തന്നെയാണ്. ഇപ്പോൾ മധുരം നമ്മൾ ഒരു മാസം നിർത്തി കഴിഞ്ഞാൽ തന്നെ നമുക്ക് കിട്ടുന്ന ഒട്ടനവധി ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ട്. പല ആളുകളും ഇത് തിരിച്ചറിയാറില്ല എന്നുള്ളതാണ് വാസ്തവം. എൻ്റെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളുടെ ഇന്ന് നമ്മളൊരു തീരുമാനം എടുക്കുക. ആ തീരുമാനം നമ്മൾ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ അമിതവണ്ണം ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനെ ഒന്ന് ലൈഫ് സ്റ്റൈൽ ഡിസീസിൽ നിന്ന് കറക്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ഈ വീഡിയോ കണ്ടിട്ട് നമ്മളൊരു 1 മന്ത് കൃത്യമായിട്ടൊന്ന് ഷുഗർ കട്ട് ചെയ്ത് നോക്കൂ. നമുക്ക് ഉണ്ടാകുന്ന ശാരീരിക ബെനിഫിറ്റുകൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിലേറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നാണ്, ഈ ആദ്യത്തെ ദിവസങ്ങളിൽ നമുക്ക് കുറച്ച് ഷുഗറിനോട് അമിതമായിട്ടുള്ള ക്രേവിങ് വരാം. നിർത്തുമ്പോൾ നമുക്ക് വീണ്ടും അത് കിട്ടണമെന്നുള്ള ഒരു ഒരു തോന്നൽ വരാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഷുഗർ നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഡോപ്പാമീൻ എന്ന് പറയുന്നുള്ള ഒരു എൻസൈം റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ഡോപ്പാമീൻ വരുമ്പോൾ തന്നെ നമുക്ക് പലപ്പോഴും ഒരു ഹാപ്പി ഹോർമോണാണ്. ആ ഒരു ഹാപ്പിനെസ് നമുക്ക് എപ്പോഴും ക്രിയേറ്റ് ചെയ്യും. പക്ഷേ അമിതമാകുമ്പോൾ, കൂടുതലായിട്ട് കഴിക്കുമ്പോൾ നമുക്ക് അതിനോടൊരു ആസക്തി ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരു പഠനം നടത്തിയത്, ഒരു ആനിമൽസിൽ ഒരു പഠനം നടത്തിയത്, അമിതമായിട്ട് കുറച്ച് ആനിമൽസിൽ മധുരം കൊടുക്കുകയും അതുപോലെ തന്നെ മധുരം കൊടുക്കാത്ത 2 കാറ്റഗറി ആനിമൽസിനെ പഠനം നടത്തി. അതിൽ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ഈ മധുരം അമിതമായിട്ട് കൊടുത്തിരുന്ന ആളുകളിൽ പെട്ടെന്ന് ആ ഷുഗറും കട്ട് ചെയ്തപ്പോൾ അവരിൽ ഉണ്ടാകുന്ന മാനസിക വിഭ്രാന്തിയും പല പ്രശ്നങ്ങളും നോട്ടീസ് ചെയ്യപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് കുറക്കുമ്പോൾ നമുക്ക് ഈ ഒരു ക്രേവിങ് ഉണ്ടാവുന്ന, പലപ്പോഴും നമുക്കൊരു ആസക്തി, അല്ലെങ്കിൽ ഒരു ഡ്രഗിനോട് ഉള്ളൊരു ആസക്തി, ഇപ്പോൾ ഒരു കൊക്കൈനോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു ലഹരിയോട് ഉണ്ടാകുന്ന അതേ ഒരു ആസക്തിയാണ് പലപ്പോഴും ഈ മധുരം നമ്മൾ അമിതമായിട്ട് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ അത് നിർത്തുമ്പോഴും അതിൻ്റേതായിട്ടുള്ള പ്രയാസങ്ങൾ നമുക്ക് അനുഭവപ്പെടാം. അപ്പോൾ ഫസ്റ്റ് ഇനീഷ്യൽ കുറച്ച് ദിവസങ്ങൾ നമുക്ക് കുറച്ചൊരു ക്ഷീണം തോന്നാം, ഒരു വിരക്തി തോന്നാം, ഒരു ഉണർവില്ലായ്മ തോന്നാം, ഒരു ഉറക്കച്ചടവ് തോന്നാം. ഇതൊക്കെ ചിലപ്പോൾ ആദ്യത്തെ ദിവസങ്ങളിൽ തോന്നാം. പക്ഷേ പിന്നീട് നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് ചേരുമ്പോൾ നമുക്ക് ശരീരത്തിന് കുറച്ച് അയത്തം വരാം, നമ്മുടെ കൊഴുപ്പുകൾ കുറയാം, അമിതമായിട്ടുള്ള ഫാറ്റിൻ്റെ ഡെപ്പോസിറ്റൊക്കെ നമുക്ക് കുറയാം, വയറൊക്കെ ഒന്ന് കുറയാം. അതുപോലെ തന്നെ നമ്മുടെ മുഖത്തിൻ്റെ ഷേപ്പിൽ വരെ പലപ്പോഴും മാറ്റം വരുന്നു എന്നുള്ളതാണ്. നമ്മുടെ കൂടുതലായിട്ടുള്ള അമിതവണ്ണവും നീര് വെച്ച പോലെയുള്ള മുഖമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഷുഗർ കട്ട് ചെയ്യുന്നത് പോലെ തന്നെ പലപ്പോഴും ആ ഫേസിൻ്റെ ഷേപ്പിൽ മാറ്റങ്ങൾ വരുത്താം. അതുപോലെ തന്നെ അമിതമായിട്ട് മുഖക്കുരുള്ള ആളുകളാണെങ്കിൽ, വിട്ടുമാറാത്ത മുഖക്കുരു,
പല ആളുകളും ഒരുപാട് ചികിത്സ സ്വീകരിക്കുന്നുണ്ടാവും, പല ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ടാവും, പല ഓയിൻമെൻറ്റ്സുകൾ അപ്ലൈ ചെയ്യുന്നുണ്ടാവും. ഇതെല്ലാം ചെയ്തിട്ടും മൂക്കൊരൊന്നും മാറുന്നില്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഉള്ളിലുണ്ടാകുന്ന ഒരു മെറ്റബോളിക് ഡിസോർഡറിൻ്റെ കാരണമായിരിക്കാം ഇത്തരം മുഖക്കുരുകളും സ്കിന്നിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണമെങ്കിൽ കുറച്ച് നാളത്തേക്ക് ഷുഗർ കട്ട് ചെയ്തിട്ട് നമുക്ക് പോവുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഇത്തരം പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ പറ്റും. പിന്നെ നമ്മുടെ ഒരു മാസം നമ്മൾ നിർത്തുകയാണെങ്കിൽ തന്നെ 50% കാർഡിയോളജിക് റിസ്ക് അല്ലെങ്കിൽ നമ്മുടെ ഹാർട്ടിൻ്റെ ഹൃദയാരോഗ്യത്തിൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാനോ അല്ലെങ്കിൽ അത്തരം കണ്ടീഷനിലേക്ക് പോവാതിരിക്കാനോ ശരീരത്തെ തടുത്തു നിർത്താനോ പലപ്പോഴും മധുരം ഇങ്ങനെ കട്ട് ചെയ്യുന്നത് മൂലം നടക്കും. അതുപോലെ തന്നെ ട്രൈഗ്ലിസറൈഡ് പോലെ ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ് ഗണ്യമായിട്ട് നമുക്ക് കുറക്കാൻ കഴിയുമെന്നുള്ളതൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട പല പഠനങ്ങളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ട് അത് കൺട്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ശരീരത്തിനും ഒരുപാട് നമുക്ക് മാറ്റങ്ങൾ വരാം. അതുപോലെ തന്നെ മനസ്സിനും ഒരുപാട് മാറ്റങ്ങൾ വരാം. നമ്മൾ ഉറക്കത്തിൻ്റെ മെലാറ്റോണിൻ പോലുള്ള ഹോർമോൺസുകളുടെയൊക്കെ പ്രൊഡക്ഷന് കുറച്ചും കൂടി കറക്റ്റ് ആക്കാനും അതുവഴി നമ്മുടെ ഉറക്കം കൃത്യമാക്കാനും ഒക്കെ നമുക്ക് പലപ്പോഴും ഇത് ഈ ഷുഗർ കട്ട് ചെയ്യുന്നത് മൂലം സംഭവിക്കുന്നു എന്നുണ്ട് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതും നമുക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള ഒട്ടനവധി പ്രയാസങ്ങൾക്ക് നമുക്ക് പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ആർട്ടറികൾ, നമ്മുടെ രക്തക്കുഴലുകളിൽ നമ്മുടെ ശരീരത്തിൻ്റെ രക്തത്തിൻ്റെ പമ്പിങ്, അതുപോലെ തന്നെ നമ്മുടെ ഊർജ്ജസ്വലതയൊക്കെ വളരെയധികം ഗണ്യമായിട്ട് മാറ്റാൻ ഈ ഒരു ഷുഗർ കട്ട് കൊണ്ട് സാധിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് സ്കിൻ ഡിസീസസ്, അതുപോലെ തന്നെ പല മെറ്റബോളിക് ഡിസോർഡേഴ്സ്, അമിതവണ്ണം, ഉറക്കില്ലായ്മ, അതുപോലെ തന്നെ മുഖക്കുരു, ഇത്തരം പല കണ്ടീഷനിലെയും നമുക്ക് പരിഹരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ പലപ്പോഴും പല ആളുകളും വിശ്വസിക്കില്ല. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളെ ഒരു മാസം കൃത്യമായിട്ട് ഷുഗർ കട്ട് ചെയ്തിട്ട് ഇതിന് താഴെ വന്ന് കമൻറ്റ് ചെയ്തോളൂ. ഒരു മാസം കഴിഞ്ഞതിന് ശേഷം അവർക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വന്നോ, അവരുടെ എന്തായിരുന്നു അത്, അവരുടെ ഒരു അനുഭവം എന്തായിരുന്നു എന്നുള്ളത് ഒരു മാസം ഷുഗർ കട്ട് ചെയ്യുമ്പോൾ. ഷുഗർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചോറൊന്നും ഒഴിവാക്കണമെന്ന് ഞാൻ പറയുന്നില്ല. നമ്മൾ ചോറൊക്കെ സാധാരണ കഴിക്കുന്ന രീതിയിൽ തന്നെ കഴിച്ചിട്ട് അമിതമായിട്ട് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്ന ഷുഗറുകൾ, ഇപ്പോൾ നമ്മളെ ബേക്കറികളായിക്കോട്ടെ, ജിലേബി, ലഡു, ചോക്ലേറ്റ്, നമുക്കൊരു ചോക്ലേറ്റൊക്കെ ഒരു കഷ്ണം കഴിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കഷ്ണം കൂടി കഴിക്കാൻ തോന്നും, അല്ലെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും. അങ്ങനെ നമ്മളൊരു ചിലപ്പോൾ ഒരു പാക്ക് ഫുള്ള് ചോക്ലേറ്റ് കഴിച്ചിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുള്ളൂ. അതൊക്കെ നമ്മുടെ ഈ ഡോപ്പാമിൻ്റെ സെക്രീഷൻ മൂലം അമിതമായിട്ട് അതിനോടൊരു ക്രേവിങ്ങും ആർത്തിയും നമുക്ക് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരം എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുള്ള ഷുഗറുകൾ നമ്മൾ സ്കിപ്പ് ചെയ്യാൻ നോക്കുക. അത് ഒരു പരിധിവരെ നമ്മുടെ പല ഹെൽത്ത് കണ്ടീഷൻസിനെയും നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫാറ്റി ലിവറിൻ്റെ ഏറ്റവും വലിയൊരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന മധുരം തന്നെയാണ്. നമ്മൾ പല രീതിയിലാണ് മധുരങ്ങൾ കഴിക്കുന്നത്. അപ്പോൾ ആ പല രീതിയിൽ കഴിക്കുന്ന മധുരത്തെയൊക്കെ നമ്മൾ ഒഴിവാക്കാൻ നോക്കുക. ചായയിൽ മധുരം ഇടാതെ നമ്മൾ കഴിച്ച് നോക്കിയാൽ ആദ്യം കുറച്ച് ദിവസങ്ങൾ നമുക്കൊരു വിഷമം ഉണ്ടാവും. പക്ഷേ പിന്നീട് നമ്മളത് ശീലാക്കുന്നതോടുകൂടി നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മാറും. പിന്നെ അത് ചായയിൽ മധുരമില്ലാത്ത അവസ്ഥയിലേക്ക് സിമ്പിളായിട്ട് നമുക്ക് കഴിക്കാനും പ്രയാസങ്ങളില്ലാതെ നമുക്ക് കഴിക്കാനും സാധിക്കും. അപ്പോൾ ഈ കാര്യങ്ങളാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പിന്നീട് നമ്മുടെ അമിതമായിട്ടുള്ള വിശപ്പ്, പലപ്പോഴും നമുക്ക് ഇത് ഷുഗർ കഴിക്കുന്നത് മൂലം വിശപ്പിൻ്റെ അവസ്ഥ കൂടാനാണ് സാധ്യതയുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഷുഗർ കൺട്രോൾ ചെയ്യുന്നത് മൂലം തന്നെ നമുക്ക് വിശപ്പിൻ്റെ അവസ്ഥ നമുക്ക് നന്നായിട്ട് കുറഞ്ഞു കിട്ടും. അപ്പോൾ അമിതമായിട്ട് ഇടയ്ക്കിടയ്ക്ക് കഴിക്കണം എന്നുള്ള തോന്നലൊക്കെ നമുക്ക് മാറിക്കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ മൂഡ് സ്വിങ്സ്, നമുക്ക് അനാവശ്യമായിട്ടുണ്ടാകുന്ന മൂഡ്, ദേഷ്യം, സങ്കടം, ഇമോഷൻസിലുണ്ടാകുന്ന വ്യത്യാസങ്ങളൊക്കെ ഷുഗർ കട്ട് ചെയ്യുന്നത് മൂലം ഗണ്യമായിട്ട് നമുക്കത് കുറക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻസ്, നീർക്കെട്ട്, വേദന, ജോയിൻറ്റ് പെയിൻസിനൊക്കെ പലപ്പോഴും ഷുഗർ അമിതമായിട്ട് കഴിക്കുന്നത് മൂലം ശരീരത്തിൽ എപ്പോഴും ഒരു ഇൻഫ്ലൈംഡ് സ്റ്റേറ്റിലായിരിക്കും. ആ ഇൻഫ്ലമേഷൻസിൻ്റെ തോത് ഗണ്യമായിട്ട് നമുക്ക് കുറക്കാൻ ഈ ഷുഗറിൻ്റെ അളവ് കുറക്കുന്നത് മൂലം സാധിക്കും എന്നുള്ളതാണ്. പിന്നീട് നമ്മുടെ കിഡ്നി ഫങ്ഷൻസിൻ്റെ കാര്യം, വാട്ടർ റിട്ടൻഷൻ, നമ്മുടെ ശരീരത്തിൽ നമുക്ക് അമിതമായിട്ട് വാട്ടർ പോകുന്നത്, അതുപോലെ തന്നെ രാത്രി നമ്മൾ സ്ഥിരമായിട്ട് കുറേ തവണ യൂറിനേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് കുറേ സമയം നമുക്ക് ടോയ്ലറ്റ് പോകേണ്ട ഒരു അവസ്ഥയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഷുഗർ കുറച്ച് നോക്കൂ. അവരുടെ രാത്രി എണീറ്റ് കൂടുതൽ സമയം യൂറിനേറ്റ് ചെയ്യാൻ പോകുന്ന അവസ്ഥക്ക് വരെ കുറവ് വന്നതായിട്ട് പല രോഗികളിലും കണ്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇത് നമ്മൾ ആദ്യത്തെ ഒരു മാസം കൃത്യമായിട്ട് നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്യുക. പിന്നെ വളരെ ലഘുവായ രീതിയിൽ എന്തെങ്കിലും ആവശ്യമില്ല. ഇപ്പം നമുക്ക് പ്രത്യേകിച്ച് ചെറിയ കുട്ടികളിലൊക്കെ അമിതമായിട്ട് ഷുഗർ കട്ട് ചെയ്യുന്നത് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും. എന്നുവെച്ചാൽ നമുക്ക് ഏറ്റവും ശരീരത്തിൽ ആവശ്യമായി കിട്ടേണ്ട ഒരു കാര്യമാണ് നമ്മുടെ കാർബോഹൈഡ്രേറ്റും എനർജിയും. അപ്പോൾ ഈ ഷുഗർ അമിതമായിട്ട് കട്ട് ചെയ്യുമ്പോൾ കുട്ടികളിലൊക്കെ എനർജിയുടെ പ്രശ്നങ്ങളും എനർജി കുറവും ഉറക്ക കൂടുതലും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അമിതമായിട്ട് എക്സസ് ആയിട്ട് ആഡ് ചെയ്യുന്ന മധുരം ഒഴിവാക്കുകയും ചെറിയ രീതിയിൽ, ഇപ്പോൾ നമ്മൾ ഷുഗർ എന്ന് പറയുമ്പോൾ നമ്മളെ കാർബോഹൈഡ്രേറ്റ് തന്നെയാണ് നമ്മുടെ അരി ഭക്ഷണത്തിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെ ഒരു ഇതിലേക്ക് പോവാതെ മിനിമം രീതിയിൽ കൊടുത്തുകൊണ്ട് കുട്ടികൾക്കൊക്കെ അങ്ങനെ കൊടുക്കാം. മുതിർന്ന ആളുകളാണെങ്കിൽ ഷുഗർ വളരെ മൈൽഡാക്കിക്കൊണ്ട് പിന്നീട് മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ് അനുഭവിച്ച ആളുകൾ
ഒരിക്കലും ഇത് ഒഴിവാക്കില്ല. ഇത് വളരെ കൃത്യമായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അവരുടെ വ്യായാമങ്ങളോടൊപ്പം തന്നെ അവരുടെ മറ്റു ഭക്ഷണ രീതികളോടൊപ്പം തന്നെ ഇത്തരം ഈ ഒരു ഷുഗർ കട്ട് ശീലിക്കുകയാണെങ്കിൽ അവർക്ക് അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ് പല അസുഖങ്ങളിലും നേടാൻ പറ്റും. പലപ്പോഴും മരുന്നില്ലാതെ തന്നെ പല അസുഖങ്ങളെയും നമുക്ക് മരുന്നില്ലാതെ മാനേജ് ചെയ്യണമെങ്കിൽ ഇത്തരം ജീവിതശൈലി ക്രമീകരണങ്ങൾ വളരെയധികം നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത്തരം ഹെൽത്ത് ഇൻഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഈ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കണക്ട് ചെയ്യാവുന്നതാണ്. ചാറ്റിൽ നിങ്ങൾ ചാറ്റ് ചെയ്യാവുന്നതാണ്. ഈ വിവരങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത് ഡോക്ടർ മുഹമ്മദ് അസ്ലം. നന്ദി, നമസ്കാരം.